ഹലോ, വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഞാനിത് സുഖമായിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഒന്ന് ഫ്രഷായിട്ട് ഇപ്പോൾ ഡോറൊക്കെ ഒന്ന് തുറന്നതാണ്. കാര്യം ഇന്ന് രാവിലെ തന്നെ തീരെ വയ്യ. അപ്പോൾ പീരീഡ്സ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നമായിട്ട് എന്താ ചെയ്യാമെന്ന് വെച്ചിട്ട് കിടക്കാനും വയ്യ. കണ്ടില്ല, മുഖത്തൊക്കെ പിമ്പിൾസ് വന്നിട്ട് പീരീഡ്സ് ആകുമ്പോൾ ഇതേപോലെ മുഖത്ത് ഇങ്ങനെ അടയാളങ്ങൾ വരും. അപ്പോൾ ഇപ്പോൾ ഇത് 2 ദിവസത്തേക്ക് ഇങ്ങനെ വന്നിട്ട് അപ്പോൾ എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ അടുത്ത് ഇങ്ങനെ പീരീഡ്സ് ആവുമെന്നൊക്കെ. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് അപ്പോൾ ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു സമയമാവുമല്ലോ. അപ്പോൾ ഞാനിപ്പോൾ ഞാൻ കിച്ചണിൽ പോയിട്ട് ചായക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുടിച്ചിട്ട് വേണം എന്താ പറയുക, കുട്ടികൾക്കൊക്കെ സ്കൂളിലാത്തല്ല. അപ്പോൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കണം, പെട്ടെന്ന് പണികൾ കഴിച്ചിട്ട് ഒന്ന് കിടക്കണം എന്നിങ്ങനെ വിചാരിക്കുകയാണ്. അങ്ങനെ ഇപ്പോൾ ഇതാ ഒരു കപ്പ് ചായയൊക്കെ ആയിട്ട് ഞാനിങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മുടെ അഡീനിയം നല്ല രീതിയിൽ ഫ്ലവറിങ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തെന്നുള്ളൂ കേട്ടോ. ഫ്ലവേഴ്സ് കാണുമ്പോൾ നമ്മളെ മൈൻഡൊക്കെ ഒന്നിങ്ങനെ സെറ്റ് ആകുമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ ഒരു കപ്പ് ചായ കുടിച്ചിട്ട് നമ്മുടെ എന്താ പറയുക, എത്ര വേയെങ്കിലും പണികളൊക്കെ ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ റുട്ടീൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് കരുതാണ് കേട്ടോ. അങ്ങനെ ഇപ്പോൾ ഇതാ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് അതിൻ്റെ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല. ഇനിയിപ്പോൾ ഉച്ചക്ക് ഇവിടെ കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നൈസ് വിടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരൊറ്റ ബിരിയാണി, നിയമൂള് പറഞ്ഞ ബിരിയാണി മതി ഉമ്മച്ചിയെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ച് ഒരൊറ്റ ചോറ് മാത്രം അങ്ങനെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ ഇവരോട് ഇങ്ങനെ പറഞ്ഞ്, പിന്നെ നമുക്കിങ്ങനെ വയ്യാത്ത സാഹചര്യം ആകുമ്പോൾ അടുക്കളയിൽ ഒരാളും കൂടി ഉണ്ടെങ്കിൽ സഹായിക്കണ്ടെങ്കിൽ കുറച്ചും കൂടി നല്ലതല്ലേ വെച്ചിട്ട് ഞാൻ ഇഷാഖാനോട് പറഞ്ഞു. പിന്നെ അതിലേക്ക് വേണ്ട, ഇപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ അതിലേക്ക് മസാലയ്ക്ക് വേണ്ട സംഭവങ്ങളൊക്കെ ഒന്ന് കട്ടാക്കി തരികയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് തയ്യാറാക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ ബിരിയാണിയുടെ റെസിപ്പി കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റായുള്ള ബിരിയാണി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ ആദ്യം തന്നെ ബിരിയാണി റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ച് വന്നപ്പോൾ അതിലേക്ക് സ്പൈസസൊക്കെ ചേർത്തിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ഏലക്ക, ജീരകം ഇതെല്ലാം ചേർത്തതിന് ശേഷം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് ഉപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഞാനിതിലോട്ട് കുറച്ച് നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകാനായിട്ട് അത് ആദ്യം നൈസ് വിടാൻ വേണ്ടി വെള്ളത്തിൽ അങ്ങനെ ഇട്ട് വെച്ചതാണ്. ഇനി അതിന് ശേഷം വേണം ഒന്ന് വാഷ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെ വയ്യാത്ത സാഹചര്യത്തിലേക്ക് ഒരാൾ കിച്ചണിൽ വന്നിട്ട് സവാളൊക്കെ ഒന്ന് കട്ടാക്കി തരികയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പമാവുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നല്ല രീതിക്ക് തന്നെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുന്നായിട്ട് ഞാൻ ആദ്യം തന്നെ അരി നല്ല രീതിക്ക് റൈസ് കഴുകിയതിന് ശേഷം എന്താ പറയുക, വെള്ളത്തിലൊന്ന് കുറച്ച് ടൈം വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ വെള്ളം നല്ല രീതിക്ക് തിളച്ചതിന് ശേഷം അരി ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെയൊക്കെ പിന്നെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. പിന്നെ ബിഗിനേഴ്സിൻ്റെ കാര്യമായിട്ടാണ് ഞാൻ പറയണത്. അതായത് ഇപ്പോൾ ഏതെങ്കിലും തുടക്കക്കാർക്കൊക്കെ ഹെൽപ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വീഡിയോ കാണിച്ചെന്നേ ഉള്ളൂ. പിന്നെ ഞാനിപ്പോൾ ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാൻ വിചാരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കൻ മസാല, ഗരം മസാല, ബിരിയാണി മസാല, കുറച്ച് മാത്രം മല്ലിപ്പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്രയും മസാലപ്പൊടികൾ ചേർത്തിട്ട് കൈവച്ച് നല്ല രീതിക്കൊന്ന് മിക്സാക്കി എടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചിക്കനിൽ അത്യാവശ്യം മസാല പിടിച്ച് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് എന്താ പറയുക, മസാല ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് ഒന്ന് കുറച്ച് ടൈം, ഒരു മാക്സിമം ഒരു അരമണിക്കൂർ ടൈമെങ്കിലും ഇതേപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ ഇതിനിടയിൽ നമ്മുടെ റൈസ് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് ഒന്ന് ഊറ്റിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഒന്നും വീഡിയോ കാണിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ഈ ഒരു പോട്ടിലാണ്. അപ്പോൾ വെച്ച് കൊടുത്തതിന് ശേഷം അതിലോട്ട് നെയ്യാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ അതേപോലെ കുറച്ച് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ നെയ്യ് മാത്രമാണ് ഈ ഒരു സ്റ്റെപ്പിൽ കാണിക്കുന്നത്. കാരണം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യുന്നതിന് മുന്നായിട്ട് കുറച്ച് സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ടെങ്കിൽ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷമാണ് ഞാൻ ഇതിലോട്ട് കുറച്ച് സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ആഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ എന്ത് ചെയ്യണം, സവാള ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ഒരു നട്ട്സ് കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിന് ശേഷമാണ് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്തതിന് ശേഷമാണ് സ്പൈസസും
പിന്നെ അതേപോലെ തന്നെ നമുക്ക് ബിരിയാണി മസാലയിലോട്ട് വേണ്ട സവാള കൂടി ആഡ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നൈസായിട്ട് സവാള ഇതേപോലെ കട്ടാക്കിയിട്ട് കൈ വെച്ചൊന്ന് ഇതേപോലെ ഒന്ന് പിച്ചിയിട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സവാള ഒന്ന് വഴന്ന് കിട്ടിക്കോളും. അതിന് വേണ്ടിയിട്ടാണ്. ഇനിയിപ്പോൾ എരിവിനായിട്ട് ഞാനിവിടെ ഒരു 5 പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതങ്ങനെ തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ ഇതേ രീതിയിൽ ആരെങ്കിലും തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കട്ടോ. പിന്നെ ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ കറിവേപ്പില. അപ്പോൾ ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്കൊന്ന് വഴറ്റിയെടുക്കുകയാണ് ചെയ്യണത്. ഇനിയിപ്പോൾ ഇതിലോട്ട് സവാള കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നതിന് ശേഷം നമ്മളിവിടെ കട്ടാക്കി വെച്ചിട്ടുള്ള തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഒരു എത്ര കിലോ ചിക്കൻ ഉണ്ട് സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. കാരണം നമ്മൾ ഇപ്പോൾ വാങ്ങിക്കൊണ്ടുവന്നതല്ല. കുറച്ച് ചിക്കൻ ഫ്രിഡ്ജിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു 10-14 പീസാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലോട്ട് സവാള എടുത്തിട്ടുള്ളത് ഒരു 4 മീഡിയം സൈസ് സവാളയും പിന്നെ ചെറിയ തക്കാളി ആയതുകൊണ്ട് തന്നെ ഒരു 4 എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഉള്ളത് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്യുകയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് മസാലയ്ക്ക് ചേർത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ മസാലപ്പൊടികളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കുറച്ചധികം തന്നെ ചിക്കൻ മസാല, പിന്നെ അതേപോലെ തന്നെ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ഉണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ തയ്യാറാക്കിയതൊക്കെ കഴിഞ്ഞ കാരണം പാക്കറ്റ് പൊടികളാണ് ചേർത്തിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ്. ഇനി അതിന് ശേഷം കുറച്ച് തൈര് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അതൊക്കെ ആവശ്യത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ മസാല ഒക്കെ എല്ലായിടത്തും ആകുന്ന രൂപത്തിലൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ സമയം മസാലയിൽ ഉപ്പ് കുറവായിരുന്നു. ഇപ്പോൾ കുറച്ച് ഉപ്പും പിന്നെ കുരുമുളക് പൊടി കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല രീതിക്കൊന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി നമ്മൾ അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്യുമ്പോൾ അതിൽ നിന്നും ചിക്കനിലുള്ള ആ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങിക്കോളും. അല്ലാണ്ട് വേറെ ഇപ്പോൾ ഓയിലോ അല്ലെങ്കിൽ നെയ്യ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിനിടയിലായിട്ട് എന്താ പറയുക, ഇവിടെ ചിലപ്പോൾ ഇവർക്ക് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിതേപോലെ കാര്യമായിട്ട് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുകയാണെങ്കിൽ ഇവിടെ സേമിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഉണ്ടാക്കില്ല. അഥവാ ഇപ്പോൾ നോമ്പിനൊക്കെ കൊണ്ടുവന്ന സേമിയ ബാക്കി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് കാരണം ഒരു പാക്ക് പാല് കൊണ്ടുവന്നിട്ട് പായസം ഉണ്ടാക്കണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അപ്പുറത്തെ അടുപ്പത്ത് ഞാൻ പായസം ഉണ്ടാക്കുന്നുണ്ട്. അതിൻ്റെ റെസിപ്പി ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. അപ്പോൾ മസാല നല്ല രീതിക്ക് ഇവിടെ സെറ്റായി വരുന്നുണ്ട്. പക്ഷേ ചിക്കൻ ഒന്നുകൂടെ കുക്കാവാനുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇടയ്ക്ക് ഇതേപോലെ ചിക്കൻ ഉടയാണ്ട് ഒന്ന് മിക്സാക്കി കൊടുക്കുക ശ്രദ്ധയോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ചിക്കന് ഉടഞ്ഞു പോകില്ലേ. അപ്പോൾ അതാണ്. അപ്പോൾ ചില സമയത്ത് ഇവർക്ക് ഇങ്ങനെയാണ്, ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ ചിലപ്പം മക്കൾക്കാണെങ്കിലും നിഷാക്കാണെങ്കിലൊക്കെ പായസം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇവിടെ മസാല നല്ല രീതിക്ക് സെറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് മുകളിലോട്ടായിട്ട് ദം ചെയ്തെടുക്കുകയാണ്. റൈസ് ആദ്യം ഒരു ലെയർ ചേർത്ത് കൊടുക്കാം. അപ്പോൾ റൈസ് ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് ലെവലാക്കി എടുക്കാം. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് കുറച്ച് ചിക്കൻ മസാല വളരെ കുറച്ച് മാത്രം ജസ്റ്റ് ഒന്ന് സ്പ്രെഡാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. വേറെ ഗരം മസാല അല്ല, ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് അടുത്ത ലെയർ കൂടെ റൈസ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് നല്ല രീതിക്ക് ബിരിയാണി വീട്ടിൽ തയ്യാറാക്കാൻ പറ്റും. ഇനിയിപ്പോൾ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സവാള എന്ത് ചെയ്യണം, ഇതിന് മുകളിലോട്ടായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഈ ഒരു സ്റ്റെപ്പ് നമ്മൾ ഞാനിപ്പോൾ ചെയ്യുന്നത് വീഡിയോക്കും ഫോട്ടോ ഷൂട്ടിനൊക്കെ വേണ്ടിയിട്ടാണ്, കുറച്ച് കാണാനൊക്കെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്. പക്ഷേ അതല്ലാണ്ട് നമ്മൾ ഈ ഒരു സ്റ്റെപ്പ് സ്കിപ്പ് ചെയ്യാണ്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ഈ ഫ്രൈ ചെയ്ത സവാള ഈ ഒരു മസാല മിക്സിലോട്ട് മിക്സായി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആവും കേട്ടോ കഴിക്കാനായിട്ട്. ഇനിയിപ്പോൾ ചെറുതാക്കി കട്ടാക്കിയിട്ടുള്ള കുറച്ച് മല്ലിയില കൂടെ ഒന്ന് ഇടയിലായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ഐഡിയക്ക് അനുസരിച്ചിട്ട് നിർബന്ധമില്ല. പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്യൂ നട്ട്സ് കൂടെ ഒന്ന് ചെയ്യണം കേട്ടോ. ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യണത്. അപ്പോൾ എന്താ പറയുക, ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ വയറുവേദനിച്ചിട്ട് ആകെ സീനായുള്ള ദിവസമായിരുന്നു. പക്ഷേ ഇങ്ങനെ മറ്റേ സാധാരണ നമ്മളിപ്പോൾ ചോറുണ്ടാക്കുകയാണെങ്കിൽ അതിലേക്ക് ഒരു കറി വേണം, ഉപ്പേരി വേണം, അങ്ങനെയൊക്കെ വേണ്ടേ. പിന്നെ ഇപ്പോൾ ഹെൽപ്പ് ചെയ്യാൻ ആളുണ്ടായത് കൊണ്ട് ഞാൻ എന്താ പറയുക, ഒരു ബിരിയാണി വേണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയതാണ്.
പിന്നെ പീരിയഡ്സ് ടൈമിൽ നമുക്ക് ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിലും നമ്മൾ വേദന വല്ലാണ്ട് അറിയില്ല. എനിക്ക് കൂടുതൽ വയറുവേദന ഉണ്ടാകും. അതൊക്കെ ഓരോ മാസത്തിനനുസരിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ശരിക്കും പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡേ ആണെങ്കിൽ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ ബിരിയാണി കാണാൻ നല്ല ഭംഗിയില്ലേ. ഇപ്പോൾ ദം ചെയ്യാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് നെയ്യ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നെയ്യിന് പകരം സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇതൊന്ന് ഒരു അരമണിക്കൂർ നേരമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ചെറിയ തീയിൽ അങ്ങനെ വെച്ചിട്ടൊന്ന് ദം ചെയ്തെടുക്കാം. അപ്പോൾ ഇവിടെ ഏതായാലും അലൂമിനിയം ഫോയിൽ പേപ്പർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് സെറ്റ് ആയിക്കോളും. അപ്പോൾ ഈ ഒരു ടൈം കൊണ്ടാണ് ഇനി കിച്ചണൊക്കെ ക്ലീൻ ആക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ ഇപ്പോൾ നമ്മളെല്ലാവരെയും കുട്ടികളുടെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ ചെയ്തത് പൊട്ടിക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റിയൊരു അടിപൊളി ബിരിയാണി റെസിപ്പിയാണ്. അപ്പോൾ ഇതൊന്ന് ഇങ്ങനെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ നമ്മൾ ഈ പീരിയഡ്സ് ആയ ദിവസം എന്താ പറയുക, ഫുഡ് കഴിക്കാനൊക്കെ നമുക്ക് കുറച്ചൊരു മടി, പിന്നെ വേദന കാരണം അങ്ങനെ ആസ്വദിച്ച് കഴിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ അങ്ങനെ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. മക്കളും പിന്നെ നിഷയൊക്കെ നല്ല രീതിയിൽ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടാവും റൈസൊക്കെ പാകത്തെ വേവിലാണ് സെറ്റായിട്ടുള്ളത്, ചിക്കനാണെങ്കിലൊക്കെ. അപ്പോൾ വേഗം തന്നെ ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടിയും താഴത്താണ് കേട്ടോ ഫുഡ് കഴിക്കാനായിട്ട് ഇരിക്കുക. ടേബിളിൽ ഇരിക്കൽ കുറച്ച് കുറവാണ്. അങ്ങനെ കസേരയിൽ ഇരുന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി കഴിക്കണേ അധികം താഴെയാണ് ഇരിക്കാറുള്ളത്. അപ്പോൾ അത് കാരണമാണ് ഇങ്ങനെ വീഡിയോ കാണിക്കുന്നത്. അങ്ങനെ പായസവും ബിരിയാണിയൊക്കെ ആയിട്ട് ഉച്ചക്ക് അങ്ങനെയുണ്ട് റാഹത്തായി മാഷാഅല്ലാ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് നേരം കിടന്ന് എന്താ പറയുക, ഒരു വൈകുന്നേരത്തെ ഒരു 4 മണി വരെയൊക്കെ ഇങ്ങനെ കിടന്നുണ്ടായിരുന്നു കേട്ടോ. കാരണം തീരെ വയ്യായിരുന്നു അങ്ങനെയായിട്ട്. അപ്പോൾ ഇതേപോലെ ആരെങ്കിലും ബിരിയാണി തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കാം. പിന്നെ അത് മാത്രമല്ല, നമുക്ക് ഈ വെയ്യാത്ത ഈ പീരിയഡ്സ് ടൈമൊക്കെ ഉണ്ടല്ലോ, നമ്മുടെ മൂഡ് സ്വിങ്സൊക്കെ ഒന്ന് ചേഞ്ച് ആവാനൊക്കെ ആയിട്ട് ഇങ്ങനെയുള്ള ഫുഡൊക്കെ നല്ല തന്നെയാണ്. പിന്നെ ഇതിപ്പോൾ വീഡിയോ കാണിക്കുന്നത് ഇവിടെ കുറച്ച് ഐസ്ക്രീം നിഷയൊക്കെ പുറത്ത് പോയി വന്നപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു രാത്രി 4 ഇങ്ങനെ ഫലൂദ ഉണ്ടാക്കി തരുമോ ചോദിച്ചു. അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഫ്രൂട്ട്സും ഇതൊക്കെ എടുത്ത് തട്ടി കൂട്ടിയിട്ട് എന്ത് ചെയ്തു, അങ്ങനെ ഫലൂദ ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് ഉണ്ടാക്കിയ സേമിയോ പായസം ഏതായാലും കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫലൂദ തയ്യാറാക്കുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറെ സേമിയോ പാല് പിന്നെ കസ്റ്റേർഡ് ഫ്ലേവറൊന്നും ഉണ്ടാക്കണ്ടല്ലോ കരുതി. പായസം ആകുമ്പോൾ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ സ്ട്രോബെറിയുടെ ഒരു സിറപ്പ് കൂടി യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഈ ഗ്ലാസ്സിലാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് ഈ ഗ്ലാസ്സിൻ്റെ അരികിലൊക്കെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ട്രോബെറിയുടെ സിറപ്പാണ് ജസ്റ്റ് ഒന്നിങ്ങനെ സൈഡിലൊക്കെ ഒന്ന് ചെയ്തെടുക്കുന്നത്, കാണാനൊരു ഭംഗിക്കൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. പിന്നെ ഗ്ലാസ് എന്താ പറയുക, ഈ ഒരു സൈസ് ആയതിനെ കൊണ്ട് തന്നെ നമുക്ക് അധികമൊന്നും ഫില്ല് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ കയ്യിലുള്ള സേമിയയുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ, പിന്നെ ഈ ഒരു പായസത്തിൽ ഞാൻ കുറച്ച് സാബൂനരി കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ കഴിക്കാനായിട്ട് കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ആണല്ലോ. അപ്പോൾ ഏതായാലും പായസം വേസ്റ്റ് ആവില്ല, അവർക്ക് ഏതായാലും ഫലൂദ ഉണ്ടാക്കണമെന്ന് പറഞ്ഞപ്പോൾ അങ്ങനെ ഇത് വെച്ച് തയ്യാറാക്കിയെന്നുള്ളൂ. പിന്നെ അതാ കുറച്ച് കസ്കസ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് ആഡ് ചെയ്തതിന് ശേഷം നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ ഓരോ ലെയറായിട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സത്യം പറയുകയാണെങ്കിൽ ഈ ഒരു ടൈമിൽ മധുരമുള്ളതിനോടൊന്നും അത്ര കഴിക്കാൻ താല്പര്യമില്ല. ഇത് മക്കൾ തന്നെയാണ്, മക്കൾ നിഷാക്കിൽ തന്നെയാണ് കാര്യമായിട്ട് കഴിച്ചിട്ടുള്ളത്. പിന്നെ ഇവിടെ ഇതിന് മുന്നേ ഞാൻ മാങ്ങയുടെ ഒരു പൾപ്പ് നമ്മൾ വീട്ടിൽ ഹോം മെയ്ഡ് ഉണ്ടാക്കുമല്ലോ, അത് കുറച്ച് ഉണ്ടായിരുന്നു. അത് ഞാൻ ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഐസ്ക്രീം പാത്രത്തിൽ കാണുന്നത് കേട്ടോ. അപ്പോൾ അതുകൂടെ ഇതിലൊന്ന് ആഡ് ചെയ്യാമെന്ന് കരുതി. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഫ്രൂട്ട്സൊക്കെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ ഈ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ ഇതുപോലെ കഴിക്കുന്നതൊക്കെ നല്ല തന്നെയാണ്, പക്ഷെ നമുക്ക് കഴിക്കാൻ പറ്റണ്ടേ. അപ്പോൾ മക്കളും നിഷാക്കിയും കഴിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഈത്തപ്പഴം നമുക്ക് ഈ ഒരു ടൈമിൽ നമ്മുടെ ശരീരത്തിൽ ബ്ലഡിന് കൂടുന്ന ഫുഡ് ഐറ്റംസൊക്കെ നമ്മൾ ശരിക്കും ഉൾപ്പെടുത്തണമല്ലോ. അങ്ങനെയാണെങ്കിൽ വേദനയ്ക്കും കുറച്ച് കുറവുണ്ടാവും എന്നൊക്കെ പറയും. പക്ഷേ ഫസ്റ്റ് ഡേ നല്ല വേദനയായിരുന്നു. അപ്പോൾ ഞാൻ ഉച്ചയ്ക്കൊന്ന് കുറച്ച് ടൈം കിടന്ന് പറഞ്ഞില്ല, അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ഇങ്ങനെ കുറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഉലുവ വെള്ളം അതൊക്കെ കഴിച്ചിട്ടാണ് ഒന്നിങ്ങനെ റിലാക്സ് ആയിട്ടുണ്ടായിരുന്നത് കേട്ടോ.
അങ്ങനെ ഇതിപ്പോൾ എന്താ പറയുക, ഇവർക്ക് ഏതായാലും പായസത്തിൻ്റെ ആ ഒരു സംഭവം ബാക്കിയുണ്ട്, ഐസ്ക്രീമും ഉള്ള കാരണം ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കിയിരുന്നുള്ളൂ. പുറത്ത് പോയപ്പോൾ ഏതായാലും നിഷാക്ക് ഐസ്ക്രീം കൊണ്ടുവന്നപ്പോൾ വീട്ടിലേതായാലും ഫ്രൂട്ട്സ് കുറച്ച് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കാരണം അങ്ങനെ തയ്യാറാക്കിയെന്നുള്ളൂ. പിന്നെ എന്താണ്, ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ മൂഡൊന്ന് ചേഞ്ച് ആവും ചെയ്യും, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഗ്ലാസ് വലിയ സൈസ് ഇല്ലാത്ത കാരണം അധികമായിട്ടൊന്നും ലെയറായിട്ട് ഇങ്ങനെ ഒക്കെ ഓരോ ലെയറേ ഇട്ടിട്ടുള്ളൂ കേട്ടോ, ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ. ഗ്ലാസ് ഇങ്ങനെ ഈ ഒരു സൈസ് ആയതിനെക്കൊണ്ട്. പക്ഷേ ഇവർ കഴിച്ചപ്പോൾ എന്താ പറയുക, ഐസ്ക്രീം സ്ട്രോബെറിയുടെ ഫ്ലേവറും ഫ്രൂട്ട്സൊക്കെ അറിയാമല്ലോ, അത്യാവശ്യം ടേസ്റ്റ് ഉണ്ടാവുന്നു. പിന്നെ ഇതിൽ വേറെ പഞ്ചസാര ആഡ് ചെയ്തിട്ടില്ല, കാര്യം പായസത്തിൽ തന്നെ അത്യാവശ്യം നല്ല മധുരമുണ്ട്. പിന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയും ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ഒരു മധുരമാണ് ഇതിലുള്ളത് കേട്ടോ. വേറെ എക്സ്ട്രാ നമ്മൾ തേനോ അല്ലെങ്കിൽ പഞ്ചസാര അതൊന്നും ആഡ് ചെയ്തിട്ടില്ല. എന്തായാലും കുട്ടികൾ നല്ല ഹാപ്പി ആയിരുന്നു, മാഷാ അല്ലാഹ്. അപ്പോൾ അങ്ങനെ അന്നത്തെ ദിവസം നല്ല അടിപൊളി തന്നെയായിരുന്നു. കാരണം ഉച്ചയ്ക്ക് ബിരിയാണി, രാത്രി ഇപ്പോൾ ഇതാ ഫലൂദ, നല്ല ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഈ ഒരു ഐസ്ക്രീം ആദ്യം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജ് തുറന്ന് എടുത്തിട്ടാണ് തോന്നുന്നത്, ഇങ്ങനെ ചെറുതായിട്ടൊന്ന് മെൽറ്റായിട്ടുണ്ട് കേട്ടോ. ഇനി അതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മാംഗോൻ്റെ പൾപ്പ് ഇവിടെ ഉണ്ടാക്കിയത്, അപ്പോൾ അതാണ് ജസ്റ്റ് ഒന്ന് വെച്ച് കൊടുക്കുന്നത്. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, നിഷാക സിനിമയ്ക്കുള്ള ടിക്കറ്റ് ബുക്ക് ചെയ്ത കാര്യം എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ എന്നോട് പറഞ്ഞ് ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് പോയി കാണാം. അപ്പോൾ ഞാൻ പറഞ്ഞിങ്ങനെ തീരെ വയ്യ, ഒന്ന് കിടന്നാൽ മതി എന്നുള്ളൊരു മൈൻഡാണ്. അപ്പോൾ എന്നോട് പറഞ്ഞ മോഹൻലാലിൻ്റെ തുടരും ഫിലിമിനാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത്, വേണമെങ്കിൽ പോരേ എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ വേഗം ഫുഡ് കഴിച്ചിട്ട് ഇന്ന് സിനിമ പോയി കാണാൻ വിചാരിച്ചിട്ടാണ്. അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച് വയ്യാന്നും പറഞ്ഞിട്ട് നമ്മളിപ്പോൾ വെറുതെ ഇവിടെ ഇരിക്കേണ്ട ആവശ്യമില്ലല്ലോ, വീട്ടിൽ ഫിലിമിന് പോവാം, ഒരു ചാൻസ് കിട്ടിയതല്ലേ വിചാരിച്ചിട്ട് അങ്ങനെ പോക്കാണ്. അങ്ങനെ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ എത്തിയ ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന് മുന്നത്തെ ഷോ 6 സംതിങ്ങിനുള്ള ഷോ കഴിയുന്ന ആ ഒരു ടൈം ആൾക്കാരിങ്ങനെ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് ടൈം ലേറ്റായി എന്നൊക്കെ അങ്ങനെ വിചാരിച്ചായിരുന്നു, കാരണം മക്കൾ ഫുഡ് കഴിച്ചിട്ടും ഇതൊക്കെ ആയിട്ട് എന്താ പറയുക, നിഷയൊക്കെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നേരെ വൈകി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ ഷോ കഴിഞ്ഞ ആൾക്കാർ ഇറങ്ങുന്ന ആ ഒരു ടൈമായിരുന്നു കേട്ടോ. പിന്നെ അവർ ഇപ്പോൾ തിരൂരല്ല, അപ്പോൾ അവർക്കറിയുന്ന ആൾക്കാരെ കണ്ട് അങ്ങനെ സംസാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ ചെറുതായിട്ട് ഇങ്ങനെ ഞങ്ങളവിടെ എത്തിയ ടൈമിൽ മഴ ചെറുതായിട്ടിങ്ങനെ ചാറുന്നുണ്ടായിരുന്നു, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ എന്താ പറയുക, ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം ഉണ്ടായത്, ഞാൻ ആദ്യം വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു സ്കൂൾ NSS സ്കൂളത്തെ കുറച്ച് സ്റ്റുഡൻസിനെ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അവരായിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, കാരണം അത്യാവശ്യം നല്ല റഷായിരുന്നു ഉള്ളിൽ നിന്ന് കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു കാര്യം ഉണ്ടായി, കാരണം ഒരു 2 വർഷത്തിന് ശേഷമാണ് അവരെ കാണുന്നതൊക്കെ. പിന്നെ അതാ കുട്ടികളെ ഫോട്ടോസ് എടുക്കലും വീഡിയോസ് എടുക്കലൊക്കെ ആയിരുന്നു പരിപാടി, അങ്ങനെയൊക്കെ ആയിട്ട്. ഞങ്ങൾ ചെന്ന ടൈമിൽ അധികം ആൾക്കാരൊന്നും ഷോ കാണാനായിട്ട് അങ്ങനെ എത്തിയിട്ടില്ല, ആൾക്കാരിങ്ങനെ വരുന്നുണ്ടായിരുന്നുള്ളൂ കേട്ടോ, നല്ല തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൂവി തുടങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ആൾക്കാരിങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വന്ന് തുടങ്ങിയത്. അപ്പോൾ പുറത്ത് അത്യാവശ്യം നല്ലൊരു മഴ ഉണ്ടായിരുന്നു തോന്നുന്നുണ്ട്, അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ ഇവരെ പരിചയക്കാരൊക്കെ കണ്ടിട്ട് ഇങ്ങനെ സംസാരിക്കുമായിരുന്നു. അപ്പോൾ പിന്നെ ഞാനിതിങ്ങനെ വീഡിയോസായിട്ട് നമ്മൾ പിന്നെ എന്താ പറയുക, ഇങ്ങനെ വ്ളോഗ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അങ്ങനെ വീഡിയോസ് എടുക്കുമല്ലോ, അപ്പോൾ അങ്ങനെ വീഡിയോസ് ഷൂട്ട് ചെയ്തതാണ് കേട്ടോ. പിന്നെ നിയമോളും ആദ്യമാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ.
പിന്നെ മൂവി കാണാൻ വിചാരിച്ചപ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ചിലപ്പം കിടന്ന് ഉറങ്ങി, കാരണം കുറച്ച് കഴിഞ്ഞായിരുന്നു. പക്ഷെ ആദ്യം രണ്ടുപേരും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ആദ്യം ഉറങ്ങാണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ ഇത് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. എന്താ പറയുക, വീട്ടിലെത്തിയതിന് ശേഷം ആദ്യമൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് മുഖം ഇങ്ങനെ മാറിയിട്ടുണ്ട്, ഉറക്കമൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ. നിയമങ്ങളാണെങ്കിലും ഞാൻ ഒന്ന് കിടന്നാൽ മതി എന്നുള്ള ഇതൊക്കെ ആയിരുന്നു. പക്ഷേ വീടിനകത്ത് കയറിയപ്പോൾ അവൾ എന്ത് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ ഫ്രൂട്ട് കട്ടാക്കിയാൽ കണ്ടില്ല, അതൊക്കെ പാടെ മിക്സ് ആക്കിയിട്ട് കുറച്ച് ഐസ്ക്രീമൊക്കെ എടുത്തിട്ട് ഇത് അവിടെ ഇരിക്കുകയാണ് ചെയ്യണത്. ആദ്യം വന്നാൽ പറഞ്ഞ പിന്നെ ഒന്നും വേണ്ട കിടന്നിക്കണം. അവനക്കിങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ ഹോളിൽ തന്നെ അവനങ്ങനെ താഴെ കിടന്നിക്കണം ആൾ. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോസ്. എന്താ പറയുക, എത്ര വെയ്യാന്നുണ്ടെങ്കിൽ അത് നല്ല കളർഫുള്ള് ആക്കാൻ പറ്റി, മാഷാഅല്ലാ. അപ്പോൾ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പ്രത്യേകിച്ച് പുതുതായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻറ്റ്സ് കൂടെ അറിയിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാ ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. പിന്നെ ഇതിന് മുന്നേയും ഒരുപാട് വീഡിയോസ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാ വീഡിയോസും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.